ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻ്റർനാഷണൽ ലോയുടെ ഡെഫിനിഷൻസും അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ ആണ്. ഇൻ്റർനാഷണൽ ലോയുടെ സോഴ്സസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇത് എസ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓരോ സോഴ്സുകളെടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ജെ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരാൾ, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ലോ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മെറ്റീരിയൽ സോഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ലോ ആർ ദ ആക്ച്വൽ സോഴ്സസ് ഫ്രം വിച്ച് ആൻ ഇൻ്റർനാഷണൽ ലോയർ ഡിറ്റർമൈൻസ് ദ റൂൾസ് ആപ്ലിക്കബിൾ ടു എ ഗിവൺ സിറ്റുവേഷൻ. അപ്പോൾ ഇൻ്റർനാഷണൽ ലോയുടെ മെറ്റീരിയലായിട്ട് ഉള്ള സോഴ്സുകൾ, ആ സോഴ്സുകളിലെയാണ് എന്തായിട്ട് കണക്കാക്കുന്നത്? ആക്ച്വൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലോയർ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ അപ്ലൈ ചെയ്യേണ്ട റൂൾ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ഒരു ഏത് സോഴ്സിൽ നിന്നാണോ ആ ഒരു ആക്ച്വൽ സോഴ്സിനെയാണ് ഈ ഒരു മെറ്റീരിയൽ സോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ ലോയാണ് ആക്ച്വൽ സോഴ്സുകൾ എന്ന് പറയുവാണ്. അപ്പം ആ ഒരു മെറ്റീരിയൽ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ഫോർമൽ സോഴ്സ് ഓഫ് ലോയിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഫോർമൽ സോഴ്സ് എന്താണ്, മെറ്റീരിയൽ സോഴ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോർമൽ സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുമ്പം ലീഗലായിട്ടുള്ള പ്രൊസീജിയേഴ്സും ആൻഡ് മെത്തേഡ്സ് ഫോർ ദ ക്രിയേഷൻ ഓഫ് റൂൾസ് ഓഫ് ജനറൽ ആപ്ലിക്കേഷൻ. അതായത് ജനറലി നമുക്കൊരു റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ അതിന് എന്തൊക്കെ ലീഗൽ പ്രൊസീജിയേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്ന ആ ഒരു ലോയുടെ സോഴ്സിനെയാണ് നമ്മൾ ഫോർമൽ സോഴ്സ് എന്ന് വിളിക്കുന്നത്. അതേസമയം മെറ്റീരിയൽ സോഴ്സ് എന്ന് പറയുമ്പോഴോ അത് ആ ഒരു ജനറലി ഒരു റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ നിലവിലുള്ള എവിഡൻസുകൾ, ആ തെളിവുകളെയാണ് ഇവിടുത്തെ മെറ്റീരിയൽ സോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽ സോഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു ഇൻ്റർനാഷണൽ ലോയർ ഒരു സിറ്റുവേഷനിൽ ഏത് റൂള് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പം മെറ്റീരിയൽ സോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നത് പല കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻ്റർനാഷണൽ ട്രൈബ്യൂണൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ വരുന്ന സമയത്ത് ആ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ സോഴ്സസിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളത് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു മെറ്റീരിയൽ സോഴ്സുകളെ നമ്മൾ പല കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലാദ്യം വരുന്നതാണ് ഇൻ്റർനാഷണൽ കസ്റ്റം, രണ്ടാമത്തെയാണ് ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഓർ ട്രീറ്റീസ്, അത് കഴിഞ്ഞ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ റെക്കഗ്നൈസ്ഡ് ബൈ ദ സിവിലൈസ്ഡ് നേഷൻസ്, ദെൻ അടുത്തത് ഡിസിഷൻസ് ഓഫ് ജുഡീഷ്യൽ ഓർ ആർബിട്രൽ ട്രൈബ്യൂണൽസ്, ആൻഡ് അത് കഴിഞ്ഞ് ജൂറിസ്റ്റിക് വർക്ക്സ്, ദെൻ ഡിസിഷൻസ് ഓർ ഡിറ്റർമിനേഷൻസ് ഓഫ് ദ ഓർഗൻസ് ഓഫ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു 6 കാറ്റഗറീസിൽ വരുന്ന സോഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ലോസ് ആണിത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ സോഴ്സുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് പറയുന്നത്? ഒന്നെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കസ്റ്റമാണ്. നമ്മൾ ജനറലി ലോയുടെ സോഴ്സ് പറയുന്ന ഒരു സോഴ്സാണ് കസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു വാലിഡ് കസ്റ്റം വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇൻ്റർനാഷണൽ ലോ വരുന്ന സമയത്തും ഇൻ്റർനാഷണൽ കസ്റ്റമാണ് ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇൻ്റർനാഷണൽ കൺവെൻഷൻസ്, ട്രീറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം അതിപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഏതൊക്കെ ട്രീറ്റീസ് ആണുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റീസിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ട്രീറ്റീസ് വഴി കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ലോയൊക്കെ റൂൾസൊക്കെ ഈ ഒരു ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കാക്കാറുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സിവിലൈസ്ഡ് ആയിട്ടുള്ള നേഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ അംഗീകരിച്ചിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് കാണും. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു ടേമാണ് ജനറൽ പ്രിൻസിപ്പിൾ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ജനറൽ പ്രിൻസിപ്പിൾസും ഒരു സോഴ്സായിട്ട് കണക്കാക്കാം. ദെൻ ആർബിട്രൽ ട്രൈബ്യൂണലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജുഡീഷ്യലായിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ, നമ്മൾ ഈ പ്രീസിഡൻസ് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഡിസിഷൻസ് ഓഫ് ജുഡീഷ്യൽ ഓർ ആർബിട്രൽ ട്രൈബ്യൂണൽസും ഒരു സോഴ്സാണ്. പിന്നെ ജൂറിസ്റ്റിക് വർക്കുകൾ, അതായത് ഓരോ ജൂറിസ്റ്റുകളുടെയൊക്കെ അവരെഴുതിയിട്ടുള്ള ഓരോ ഇൻ്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ കാണും അല്ലെങ്കിൽ വർക്ക്സ് കാണും. അപ്പോൾ അത്തരത്തിലുള്ള ജൂറിസ്റ്റിക് വർക്ക്സിനെയും ഒരു മെറ്റീരിയൽ സോഴ്സായിട്ട് കണക്കാക്കാം. പിന്നെന്താണ്, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്.
ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ പറയില്ലേ, അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അവരുടെ ആ ഒരു ഡിസിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഇൻ്റർനാഷണൽ ലോയുടെ മെറ്റീരിയൽ സോഴ്സുകളായിട്ട് കണക്കാക്കുന്ന 6 കാറ്റഗറീസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവിടെ തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ആർട്ടിക്കിൾ 38 പറയുന്ന കാര്യമാണ് ഈ ആദ്യത്തെ ഒരു 5 സോഴ്സുകളെയാണ് ഇൻ്റർനാഷണൽ ലോയുടെ സോഴ്സ് എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. നമ്മൾ 6ാമത് പറഞ്ഞത്, അതായത് ഈ ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡിസിഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെ ഈ ആർട്ടിക്കിൾ 38 ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ മെൻഷൻ ചെയ്യുന്നുമില്ല, അങ്ങനെ അതൊരു സോഴ്സായിട്ട് പറയുന്നില്ല. പക്ഷേ എന്നാലും അതൊരു വെൽ റെക്കഗ്നൈസ്ഡ് സോഴ്സായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക്കായിട്ട് നമുക്ക് ഈ ഒരു സോഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ലോയെ പറ്റി പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഓരോ സോഴ്സുകളെയും എടുത്തെടുത്ത് പഠിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റം, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഇൻ്റർനാഷണൽ കസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ നോർമലി ലോ എന്ന് പറയുന്നത് ലോയുടെ ഒരു സോഴ്സായിട്ട് പറയുന്നതാണ് ഈ കസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ലോയുടെ സോഴ്സായിട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും ഒറിജിനൽ ആയിട്ടുള്ള സോഴ്സാണ്. ഇൻ്റർനാഷണൽ ലോ വരുമ്പോഴും അതുപോലെ തന്നെയാണ്, ഏറ്റവും പഴയതായിട്ടുള്ളതും ആദ്യമായിട്ട് വന്നിരുന്നതും അതാണ്. കസ്റ്റം വഴിയാണ് എല്ലാ നിയമങ്ങളും ഇങ്ങനെ കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, പല ആൾക്കാർ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് പിന്നീട് ലോ ആയിട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒറിജിനൽ സോഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നതും ഈ ഒരു കസ്റ്റത്തിനെയാണ്. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ കസ്റ്റം ആസ് എ സോഴ്സ് ഓഫ് ലോ ഹാസ് ബീൻ മച്ച് ഡിമിനിഷ്ഡ് ഇൻ ദ മോഡേൺ പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഇൻ്റർനാഷണൽ കസ്റ്റം ഒരു ഇൻ്റർനാഷണൽ ലോയുടെ സോഴ്സ് എന്ന് കണക്കാക്കപ്പെടുന്നത്, അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ മോഡേൺ പീരീഡിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ്. കാര്യം എല്ലാ കസ്റ്റംസും ഇപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോർമലി ഒരു ലോ വരുമ്പോൾ തന്നെ അറിയാം, എല്ലാ കസ്റ്റംസും ലോ ആകണമെന്നില്ല. പല കസ്റ്റംസും അതിന് കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ വന്നേ ആ ഒരു കസ്റ്റത്തിനെ ലോ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്ന ഒരു മോഡേൺ പീരീഡ് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു കസ്റ്റത്തിനെ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷേ അത് എന്താണ്, ഈ ഒരു ഇൻ്റർനാഷണൽ ലോയുടെ സോഴ്സായിട്ട് തന്നെയാണ് ഇപ്പോഴും അതിനെ പറയുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞില്ലേ ആർട്ടിക്കിൾ 38 ആ ഒരു സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനകത്ത് ഈ പറയുന്ന ആദ്യത്തെ 5 എണ്ണത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു ആർട്ടിക്കിൾ 38 ക്ലോസ് ബിയിലാണ് കസ്റ്റം ഈ ഒരു ഇൻ്റർനാഷണൽ ലോയുടെ സോഴ്സാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 38B ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതാണ് ഓർക്കേണ്ടത്. ദെൻ ഈ ഒരു കസ്റ്റമറി റൂൾസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു ലോങ് പ്രോസസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് വഴി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലോയുടെ ഇതിനെയാണ് നമ്മൾ കസ്റ്റമറി റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് കാലം കൊണ്ട് ഇങ്ങനെ നിലനിന്ന് വരുന്ന കസ്റ്റംസിനെയാണ് പിന്നീട് റെക്കഗ്നൈസ് ചെയ്ത് ലോ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഒത്തിരി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റുകളൊക്കെ വന്നാണ് ആ ഒരു റൂളെന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നത്, ഒരു ഇൻ്റർനാഷണൽ ലോയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നത്, ഒരു നിയമം അല്ലെങ്കിൽ ഒരു റൂളായിട്ട് മാറുന്നത്. അപ്പം ഇൻ്റർനാഷണൽ കസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ യൂസേജ് ഓർ ദ ഇൻ്റർനാഷണൽ ഹാബിറ്റ് വിച്ച് ഹാവ് റിസീവ്ഡ് ദ ഫോഴ്സ് ഓഫ് ലോ എന്ന് പറയുമ്പം യൂസേജസ്, അതായത് ഒരു ഹാബിറ്റായിരുന്നു, ഇൻ്റർനാഷണലി എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. അതിന് പിന്നീട് ലോയുടെ ആ ഒരു റെക്കഗ്നേഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഇൻ്റർനാഷണൽ കസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കസ്റ്റം എന്ന് പറയുന്ന വേർഡിനെയും അതുപോലെ തന്നെ യൂസേജ് എന്ന വേർഡിനെയും സിനോണിമസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് പര്യായ പദങ്ങൾ പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം രണ്ടിനും ഒരേ മീനിങ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നാലും അതിൽ ഡിഫറൻസസ് ഉണ്ട്. യൂസേജ് എന്ന് പറയുന്നത് തന്നെ കസ്റ്റത്തിൻ്റെ ഒരു ഏർലിയർ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം അതായത് കസ്റ്റത്തിന് തൊട്ട് മുന്നേ ഉള്ളതായിട്ടാണ് യൂസേജിനെ പറയുന്നത്, പിന്നീടാണ് അത് കസ്റ്റമായിട്ട് മാറുന്നത്. അപ്പം യൂസേജ് എന്ന് പറയുമ്പം ഇതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഹാബിറ്റ് ഓഫ് ആക്ഷനാണ്, അല്ലെങ്കിൽ ഒരു റൂൾ ഓഫ് ആക്ഷനാണ്. അത് ഇപ്പോഴും ഫുൾ ലീഗൽ അറ്റസ്റ്റേഷൻ കിട്ടാത്ത അതായത് ഒരു ഹാബിറ്റാണ്, ഇൻ്റർനാഷണൽ ഹാബിറ്റായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ അതിന് ലീഗലി ഒരു റെക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ലീഗലി ഒരു അറ്റസ്റ്റേഷൻ കിട്ടിയിട്ടില്ല.
അപ്പം അത് സ്റ്റേറ്റ്സ് പക്ഷേ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അതാണ് യൂസേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പിന്നീട് ലീഗലി അതിനൊരു വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു അറ്റസ്റ്റേഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിനെന്തായിട്ട് പറയും? കസ്റ്റമായിട്ട് പറയും. കസ്റ്റത്തിനെന്ന് പറയുമ്പം ആ ഒരു ഫുൾ ഫോഴ്സ് ഓഫ് ലോ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു യൂസേജിനെയാണ് നമ്മൾ കസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് ഫുള്ളി അത് ലോ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ അതായത് കസ്റ്റം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ ആ യൂസേജ് എന്നുള്ള ഒരു സംഭവം അവിടെ തീരുകയാണ്. യൂസേജ് എന്നുള്ള അത് മാറി വേറൊരു ഫോമിലേക്ക് മാറി കസ്റ്റം എന്നുള്ളൊരു രീതിയിലേക്ക് ആകുവാണ്. അപ്പം ഇവിടെ ഈ കസ്റ്റത്തിന് അതായത് ഒരു യൂസേജിനെ പെട്ടെന്ന് അങ്ങോട്ട് അതായത് ഒരു കസ്റ്റമായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല, പെട്ടെന്ന് അതിനെ ലോ ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ അവിടെ ഒരു സാറ്റിസ്ഫാക്ടറി എവിഡൻസ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ ഒരു റൂൾ ഇപ്പോൾ ഏതാണോ അവിടെ ഒരു കസ്റ്റം അവർ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, അപ്പോൾ അത് അവിടെ എവിഡൻസോടുകൂടി എല്ലാ സ്റ്റേറ്റുകളും ജനറലി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എവിഡൻസോടുകൂടി ഒരു സാറ്റിസ്ഫാക്ടറി എവിഡൻസോടുകൂടി പ്രൂവ് ചെയ്താൽ മാത്രമേ ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു റൂളിനെ ഒരു കസ്റ്റമറി റൂൾ എന്നുള്ള രീതിയിൽ കൺവേർട്ടഡ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ് ആണ് എന്താണ് ഈ ഒരു ഇൻ്റർനാഷണൽ കസ്റ്റത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞിട്ടുണ്ട്, ഒരു കസ്റ്റം ഒരു യൂസേജ് ലോഡ് റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ കസ്റ്റമായിട്ട് മാറുന്നുണ്ട്. കസ്റ്റം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വാലിഡായിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റം വരണം, ഒരു യൂസേജിനെ കസ്റ്റം ആകണം, അതായത് ഒരു യൂസേജിന് ലീഗൽ അറ്റസ്റ്റേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മളിനി പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.